കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഫയാസ് പ്ലീസ് എന്നെ വീട്. എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അന്ന് ഞാൻ നിന്നെ ഇതുപോലൊന്ന് പിടിച്ചേ ഉള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? എന്നിട്ട് അവനെ എൻ്റെ മുമ്പിൽ വരുത്തണം എനിക്ക്. ബാക്കി ഞങ്ങൾ നേരിട്ട് തീർത്തോളാം. ഫയാസ് എനിക്കറിയില്ല ആരാത് ചെയ്തെന്ന്. സത്യമായിട്ടും അറിയില്ല. എന്നെ വീട് പ്ലീസ്. അവൾ അവൻ്റെ മുമ്പിൽ നിന്ന് കെഞ്ചാൻ തുടങ്ങി. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവനും അവളെ നോക്കി പുച്ഛിച്ചു. ഡാ സജു, കൊച്ചിന് പേടിയാവുന്നെന്നാ തോന്നുന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മുതലാ. നിന്റെ മേളിൽ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. സോ മോള് പേടിക്കാതൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. അവൻ കൂടെയുള്ള ഒരുത്തനെ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അവൾ വലിച്ച് അവൻ്റെ നെഞ്ചോട് അടുപ്പിച്ചു. അതും കൂടിയായപ്പോൾ ഉള്ള ധൈര്യം മുഴുവൻ ചോർന്ന് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീർ ഒഴുകി വരാൻ തുടങ്ങി. അവൻ്റെ ബലമായ കൈകളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് സ്വതന്ത്രയാവാൻ കഴിഞ്ഞില്ല. അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് വന്നതും അവൾ മുഖം തിരിച്ചു പിടിച്ചു. അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ നേരെ അവളുടെ മുഖം വെച്ചു. പെട്ടെന്ന് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവരുടെ മുന്നിലേക്ക് ഒരു കാർ ഡ്രിഫ്റ്റ് ചെയ്ത് ബ്രേക്കിട്ട് നിന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടി നോക്കി. ബസ് സ്റ്റോപ്പിന് മുന്നിലെ കാർ കണ്ടതും അഹാനയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണു. കാർ കണ്ടപ്പോൾ തന്നെ അതിനുള്ളിലെ ആൾ അവൾക്ക് ഒരു നിമിഷം കൊണ്ട് മനസ്സിലായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തിറങ്ങിയ ആളെ ഫയാസ് അടക്കം എല്ലാവരും ഒന്ന് നോക്കി. ആബിക്ക, അഹാന പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കാർ കണ്ടതും ഫയാസ് അവളുടെ അടുത്തുനിന്ന് മാറിയിരുന്നു. പക്ഷേ അവൻ്റെ കൈകൾ ഇപ്പോഴും അവളുടെ കൈകളെ സ്വതന്ത്രമാക്കിയില്ല. ആബിദ് അവരുടെ നേർക്ക് നടന്നു വന്നു. അവൻ്റെ നോട്ടം ഫയാസ് മുറുകെ പിടിച്ച അവളുടെ കരങ്ങളിലേക്ക് നീങ്ങി. അത് കണ്ടതും കോപം കൊണ്ട് ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകി. ആബിദ് ദേഷ്യം കൊണ്ട് അവനെ മുഷ്ടി ചുരുട്ടി. ഫയാസിനെ നോക്കാതെ അവൻ പിടിച്ച അവളുടെ കൈ നോക്കി തന്നെ ആബിദ് അലറി. കൈന്ന് വിടാൻ നായേ! അഹാന നിറകണ്ണുകളോടെ ആബിദിനെ നോക്കി. പക്ഷെ ഫയാസ് വിട്ടില്ല. സാറ് പോവാൻ നോക്ക്. ഇതിലിടപെടാൻ നിൽക്കണ്ട. വെറുതെ ഞങ്ങളുടെ കൈക്ക് പണിയാക്കാൻ. ഓ സാറേ. ആബിദ് വീണ്ടും അവനെ നോക്കാതെ അവളുടെ കൈകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വിടട അവളുടെ കൈന്ന്. ഇതേ എന്റെ പെണ്ണ. ഞാൻ എനിക്ക് തോന്നുന്നു ചെയ്യും. സാറ് വെറുതെ സീനാക്കാതെ പോ. ഫയാസ് അത് പറയലും പിന്നെ എല്ലാവരും കാണുന്നത് നിലത്ത് നെഞ്ചിൽ കൈവച്ച് വീണെടുക്കുന്ന ഫയാസിനെയാണ്. അഹാൻ അവളുടെ രണ്ട് കണ്ണുകളും അടച്ചു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ മുന്നിലായി ആബിദ് നിൽക്കുന്നു. അവന്റെ മുന്നിൽ നിലത്ത് വേദന കൊണ്ട് പൊളയുന്ന ഫയാസും. ആബിക്കയുടെ ശക്തമായ ചവിട്ടുകൊണ്ടാണ് അവൻ അവിടെ നിലത്ത് കിടക്കുന്നതെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അത് കണ്ട് ഫയാസിന്റെ കൂടെയുള്ളവർ ആബിദിന് നേരെ പാഞ്ഞു ചെന്നു. പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു. ആബിദിന്റെ അടിയിൽ എല്ലാവരും നിലംപതിച്ചു. എന്നിട്ട് അവനിൽ ആളിക്കത്തിയ തീ അണഞ്ഞില്ല. വീണ്ടും വീണ്ടും നിലത്ത് കിടക്കുന്ന ഫയാസിനെയും കൂട്ടരെയും അവൻ കാലുകൊണ്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉടലെടുത്തു. റബ്ബേ, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ. രണ്ടും കൽപ്പിച്ച് അവൾ അവനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു. ഇക്ക മതി, ഇനിയും തല്ലി അവർ മരിച്ചു പോകും. അവൾ അവന്റെ കയ്യിൽ പിടിച്ചപ്പോൾ പതിയെ ആബിദ് ശാന്തനായിട്ട് അവളെ നോക്കി. അതുകൊണ്ട് അവൾ ആ കൈകൾ മെല്ലെ പിൻവലിച്ചു. ആബിദിന്റെ ഞരമ്പുകളിൽ കൂടി കോപം ഇരഞ്ഞു കയറുന്നത് അവൾക്ക് കാണാമായിരുന്നു. പേടിച്ചുകൊണ്ട് അവൾ അവന് മുഖം കൊടുക്കാൻ തലതാഴ്ത്തി നിന്നു. ആബിദ് വീണ്ടും ഫയാസിന്റെ അടുത്തേക്ക് നീങ്ങി. ഒരിക്കൽ നീ ഇവളുടെ കൈ കയറി പിടിച്ചു. അതിനുള്ള വാണിംഗ് നിനക്ക് ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞതാ. നിന്റെ ഈ കൈ കണ്ടല്ലോ. അവനത് പറഞ്ഞതും ഫയാസും മഹാനയും ഒരുപോലെ ഞെട്ടി ആബിദിനെ നോക്കി. പക്ഷേ അതുകൊണ്ടായില്ല. നീ ഇന്ന് വീണ്ടും മോനെ, ഇനി ഇവളുടെ മേൽ നിന്റെ കണ്ണുകൾ പോലും വീഴാൻ പാടില്ല. അങ്ങനെ വന്ന പുന്നാര മോനെ, നിന്റെ ബാപ്പാന്റെ കബറിൽ മണ്ണിടാൻ നീ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. അതിനു മുമ്പേ പള്ളിപ്പറമ്പിൽ നിനക്ക് വേണ്ടി ഞാനൊരു കുഴിയെടുക്കും. കേട്ടോളാ. പിന്നെ ഇന്ന് നീ ഈ ചെയ്തതിന് എന്തെങ്കിലും തരാതെ പോവാൻ പറ്റുമോ? അതും പറഞ്ഞ് ആബിദ് അവന്റെ രണ്ട് കൈയും രണ്ട് കാലും ഒടിച്ചു. വേദന കൊണ്ട് പൊളിയുന്ന ഫയാസിന്റെ അലർച്ച കേട്ട് അഹാന രണ്ട് ചെവിയും കൈകൊണ്ട് പൊത്തി കണ്ണുകളടച്ച് അവിടെ നിന്നു. ആബിദ് തിരിഞ്ഞു നോക്കുമ്പോൾ ചെവിയും പൊത്തി കണ്ണുകളടച്ച് പേടിച്ചു നിൽക്കുന്ന അവളെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചു. ഒരു ഞെട്ടിലൂടെ അഹാന അവനെ നോക്കി. അപ്പോഴും അവളുടെ കാതുകളിൽ അവൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം വന്നുകൊണ്ടിരുന്നു. ആബിക്കയാണോ അത് ചെയ്തത്? അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തിനാ അത് ചെയ്തത്? അവൾ നിന്ന് നിൽപ്പിൽ കിളി പോയതുപോലെ ആബിദിനെ തന്നെ അന്തം വിട്ട് നോക്കിയിരുന്നു. അഹാന, അറിയോ ഓക്കെ? അവൻ അവളെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഐ ആം നോട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. കാറ്റുവിട്ട ബലൂൺ പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീണു. അഹാന,
ആബിദ് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ഉണർത്താൻ ഒരുപാട് ശ്രമിച്ചു. അവസാനം അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കാറിലിരുത്തി. ഒരു ബോട്ടിലെടുത്ത് അതിലെ വെള്ളം അവളുടെ മുഖത്ത് കുടഞ്ഞു. ബോധം വരാത്ത കണ്ട് അവനാകെ വെപ്രാളം കൊണ്ട് അവളുടെ കവിളിൽ മാറി മാറി തട്ടി വിളിച്ചു. അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനായി അവളെ തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കിയതും അവൾ പതിയൊന്ന് ഞെരുങ്ങി. അത് കണ്ട് അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചു. ആബിക, ഇക്കയാണോ അത് ചെയ്തത്? അവൾ പാതി ബോധത്തിൽ പിറുപിറുക്കാൻ തുടങ്ങി. അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ അവൻ വീണ്ടും വെള്ളത്തിന്റെ ബോട്ടിലെടുത്ത് അവളുടെ മുഖത്ത് നന്നായി തടവി അവൾ വിളിച്ചു. പതിയെ അവൾ പൂർണ്ണമായി ബോധത്തിലേക്ക് വന്നു. കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് താൻ ഇക്കയുടെ നെഞ്ചിലാണുള്ളതെന്ന് അവൾക്ക് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്ന് നടന്നു മാറി. അവൾക്ക് എന്തു പറയണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. ആന, അറിയോ? ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, നീ വെള്ളം കുടിക്ക്. അവൻ പരിഭ്രാന്തിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ വെള്ളം വാങ്ങി കുടിച്ചു. എനിക്ക് കുഴപ്പമില്ല ആബിക്കാം, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഭയങ്കര തലവേദന, ഒന്ന് പോയി കിടന്നാൽ മതി. അറിയൂ ഷുവർ? അവൻ അവളെ പിടിച്ച് ഫ്രണ്ട് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. രണ്ടുപേരും വീട്ടിലേക്ക് പോകാനൊരുങ്ങി. ഇക്ക എന്തിനാ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്? എന്നെ മറ്റൊരാളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇക്കാക്ക് വല്ലാത്ത ഫീലാണെന്ന് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. എന്നാൽ എവിടെയോ ഒരു കൺഫ്യൂഷൻ. എന്തായാലും മൂപ്പര് ഞാൻ വിചാരിച്ച പോലെയല്ല, നമ്മളെ പറ്റി വിചാരമൊക്കെയുണ്ട്. ആബിദാണെന്ന് ഫയാസിനെ പെരുമാറിയതെന്ന് ഓർത്തപ്പോൾ തന്നെ അവളുടെ മനസ്സിലാകെ മഞ്ഞിരുക്കുന്ന പോലെ തോന്നി. അവൾ തന്നെ തൊട്ടടുത്ത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആബിദിനെ ഓളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് പതിയെ മനസ്സിൽ പറഞ്ഞു, കൊച്ചു കള്ളൻ. വീട്ടിലെത്തി അവൾ കാറിൽ നിന്നിറങ്ങി. ആബികയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തിനാന്ന് ഫയാസിനിട്ട് പെരുമാറിയതെന്ന്. പക്ഷേ കുറച്ചു മുമ്പ് അവിടെ കണ്ട ആബിദിനെ മനസ്സിലോർത്തപ്പോൾ അവൾക്കൊരു ഭയം തോന്നി. അതുകൊണ്ടൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. കാറിൽ നിന്നിറങ്ങി തിരിഞ്ഞടക്കുമ്പോൾ പലവട്ടമൊന്നും തിരിഞ്ഞു നോക്കിയാലോ എന്ന് മനസ്സ് പറയുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൾ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ആബിക്ക അവിടെ തന്നെ കാർ നിർത്തിയിട്ട് ഞാൻ പോകുന്ന വഴി എന്നെ നോക്കി ഇരിപ്പാണ്. ഞാൻ ചെറുതായി ചമ്മി. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല, മോശമായിപ്പോയി. ഇനി ഏതായാലും പിന്നെ പറയാം. അവൾ കൺമുമ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ആബിദ് കാർ വീടിനുള്ളിൽ പാർക്ക് ചെയ്ത് റൂമിലേക്ക് പോയി. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അഹാനയ്ക്ക്. തുള്ളിച്ചാടി വരുന്ന അവളെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളും അമ്മക്കൊരു ഉമ്മയും കൊടുത്ത് ഫ്രഷ് ആവാൻ പോയി. ഈ പെണ്ണിനിത് എന്തു പറ്റി? അവളുടെ ഉമ്മ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. സഫയും ചാപ്പും ബാപ്പയൊക്കെ അവൾ പോയ വഴി അന്തം വിട്ട് നോക്കി നിന്നു. പേടിക്കണ്ട, അവൾക്ക് എപ്പോഴും ഒരു പിരി ലൂസാവുമെന്ന് പറയാൻ പറ്റില്ല, സഫ എല്ലാവരെയും നോക്കി പറഞ്ഞു. റൂമിലെത്തിയ ഉടനെ അവൾ കട്ടിലിൽ ഒറ്റ ചാട്ടായിരുന്നു. ആബിക്ക് തന്നെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞവൾക്ക് സന്തോഷം കൊണ്ട് വട്ടുപിടിച്ച അവസ്ഥയായിരുന്നു. വാർഡ്രോബിലുണ്ടായ ആബിദിന്റെ വൈറ്റ് ഷർട്ട് എടുത്ത് അതിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. അവളുടെ മുഖമാകെ നാണത്താൽ ചുവന്ന് തുടുത്തു വന്നു. ഫയാസിന്റെ കാര്യമോർത്ത് ആബിദിന് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. മറ്റൊരുത്തിന് അവൾ നോക്കുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ, ആ ഫയാസ്, ഇനി അവളുടെ പിറകെ പോയാ പിന്നെ കൊന്നുകളി ഞാൻ അവനെ. അവൻ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. കുറച്ച് ശാന്തനായപ്പോഴാണ് അവൻ ചെയ്ത അബദ്ധം ഓർമ്മ വന്നത്. അന്ന് ഫയാസിന്റെ കൈ ഒടിച്ചത് ഞാനാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ദേഷ്യത്തിന്റെ പുറത്ത് അറിയാതെ പറഞ്ഞു പോയതാ. കൂടെ വേറെ എന്തൊക്കെയോ വിളിച്ചു കൂവിയിരുന്നു. എല്ലാം അവൾ കേട്ട് കാണല്ലോ. അബ്ബേ, എന്താ അവൾ വിചാരിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും എൻ്റെ ഇഷ്ടം അവൾ അറിയിക്കുന്നതെന്ന് കരുതിയതാണ്. റീജാദിനെങ്കിലും ഓർക്കണമായിരുന്നു. പക്ഷെ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് വിചാരിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നത്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് മാജിയുടെ കോള് വന്നത്. റബ്ബേ, ഇന്നത്തെ സംഭവത്തിൽ അവളുടെ കാര്യം തന്നെ മറന്നുപോയി. പനി വന്ന് കിടപ്പിലല്ലേ, ഒന്ന് വിളിച്ചു ചോദിച്ച പോലുമില്ല. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഡാ മാജി, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. പനി എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ടോ? ഓ, നമ്മളൊക്കെ ഓർമ്മയുണ്ടാവോ? ക്ലാസ് കഴിഞ്ഞ് ഇത്ര സമയമായി, എന്നിട്ട് ഇപ്പോഴാ അവൾക്ക് ഓർമ്മ വന്നത്. ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേടി, ഇന്നൊരു സംഭവം നടന്നു. പടച്ചോന്റെ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എല്ലാം തീരേണ്ടതായിരുന്നു. എന്താടി, എന്താ പറ്റിയത്? നീ തെളിച്ചു പറ. നാളെ നേരിട്ട് പറയാം. അല്ല, നീ എന്തിപ്പോ വിളിച്ച്? അത് നിന്നോടൊന്ന് ഇവിടെ വരുമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ഇന്ന് ലീവായതുകൊണ്ട് കുറെ നോട്ട്സ് എഴുതിയെടുക്കാൻ ഉണ്ടാവില്ലേ? എല്ലാം കൂടി ഒരുമിച്ചാൽ കുറെ ഉണ്ടാവും. ഇന്ന് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ഏതായാലും നീ ഇങ്ങുവാ. നീ പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല, കാര്യം അറിയാതെ. വരുമ്പോൾ നിന്റെ ബുക്സൊക്കെ എടുക്കണേ. ആ ഓക്കെ, ഞാൻ വരാം. അഹാൻ അവിടെ പോവാനൊരുങ്ങി. പോവാൻ നേരം അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഒന്ന് മുഴുവനായി നോക്കി. ആ കുഴപ്പമില്ല, മമ്മയോട് പറഞ്ഞ് അവൾ മാജിയുടെ വീട്ടിൽ പോയി. സ്റ്റെയർ കയറി പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ആബിദിനെ പരതിക്കൊണ്ടേയിരുന്നു. അവന്റെ റൂമിന്റെ അടുത്ത് എത്താനാവുമ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു. അവന്റെ റൂം കടന്നു പോയതും പിന്നിൽ നിന്നൊരു വിളി വന്നു. അഹാന. ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് അവിടെ സ്റ്റെക്കായി. ആബിക്കയായിരുന്നത്. അവളാണെങ്കിൽ പേടിച്ച് കണ്ണുടച്ച് അവിടെ തന്നെ നിന്നു. വീണ്ടും അവൾ വിളിച്ചപ്പോൾ അവൾ പതിയെ അവന് നേരെ തിരിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ? തലവേദന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുത്തില്ലേ? ഇപ്പോൾ കുഴപ്പമില്ല ആബിക്ക, ഞാൻ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു. പിന്നെ മാജി കുറച്ച് നോട്ട്സ് എഴുതാറുണ്ട്, അതാ ഇങ്ങ് വന്ന്. അവൾ വയ്യാണ്ടിരിക്കല്ലേ. സ്വന്തം ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേട്ടോ. ടേക്ക് റെസ്റ്റ്.
അവൾക്ക് അവനോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആബിദ് തിരിഞ്ഞെടുക്കാൻ പോയപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് അവനെ വിളിച്ചു. ആബിക്ക. അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവൾ നോക്കി. അത് ഞാനൊരു കാര്യം. എന്താ? അത് ആബിക്ക് എന്തിനാണ് ഫയാസിന്റെ കൈ തല്ലിയൊടിച്ചത്? അവൾ അവനെ നോക്കാതെ തലയും താഴ്ത്തി വെച്ചാണ് അത് ചോദിച്ചത്. പേടി മടിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അഹാനയുടെ ചോദ്യം കേട്ട് അവനൊന്ന് ഞെട്ടി. അവൻ്റെ ഒരു ഉത്തരത്തിനായി പേടിച്ച് കയ്യിലുള്ള പുസ്തകം മാറിൽ കെട്ടിപ്പിടിച്ച് തലയും താഴ്ത്തി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ആ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ അവന് തോന്നിയില്ല. അവൻ സ്വയം മറന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്കും ആ ചുവന്ന് തുടുത്ത കവിളുകളിലേക്കും ചോരത്തുടിപ്പുള്ള വിറക്കുന്ന ആദരങ്ങളിലേക്കും നോട്ടം പതിച്ചു. പതിയെ ഒരു കാന്തം പോലെ അവൻ്റെ കാലുകൾ അവളുടെ അരികിലേക്ക് ചലിച്ചു. തല താഴ്ത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആബിദിൻ്റെ കാലുകൾ തനിക്ക് നേരെ ചലിക്കുന്ന അവൾ കാണാൻ പറ്റി. അവളുടെ നെഞ്ചിടിപ്പ് ഇടിമുഴക്കം പോലെ മിടിക്കാൻ തുടങ്ങി. അവൾ പതിയെ കണ്ണുകൾ അടച്ചു പിടിച്ച് അവിടെ തന്നെ സ്റ്റക്കായി നിന്നു. കുറച്ചു സമയം അവൾ ആ നിൽപ്പ് തുടർന്നു. പക്ഷെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ഇങ്ങേരിത് എവിടെ പോയി? ആബിദിന്റെ പൊടി പോലും അവൾ അവിടെ കണ്ടില്ല. ഈ കോന്തരെന്താ ഇങ്ങനെ? ചോദിച്ചതിന് ഉത്തരം പോലും പറയാതെ പോയി കളഞ്ഞു. അതും പറഞ്ഞ് അവൾ നേരെ മാജിയുടെ റൂമിലേക്ക് പോയി. ഈ സമയം ആബിദ് അവരുടെ കോമൺ ബാൽക്കണിയിൽ എത്തിയിരുന്നു. കൈകൾ മാറോട് കൊണ്ടുവന്ന് വെച്ച് അവൻ ചന്ദ്രനെ നോക്കി നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തൻ്റെ മുഴുവൻ കൺട്രോളും പോയി. എന്തെങ്കിലും സംഭവിക്കുന്ന ആയപ്പോഴാണ് ഒന്നും നോക്കാതെ തിരിഞ്ഞു ഓടിയത്. ആ ഓട്ടം ഇവിടെ വന്നു നിന്നു. ഇങ്ങനെ പോയാൽ ഇവൾ എന്നെയും കൊണ്ടേ പോകും. അവൻ മനസ്സിൽ കരുതി കണ്ണുകൾ അടച്ചു. ഇളം കാറ്റ് അവനെ തൊട്ട് തലോടുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഫീലായിരുന്നു. അവളുടെ മുഖം മനസ്സിൽ ഭംഗിയായി തെളിഞ്ഞു വരുന്നു. എത്ര സമയം ആബിദ് അവിടെ നിന്നെന്നറിയില്ല. മാജി, പനി കുറഞ്ഞോ? ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. നീ കാര്യം പറ, എന്ത് സംഭവിച്ച്? അതറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. അവൾ ഇന്ന് കോളേജ് ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ആബിക്ക് തന്നെ സേവ് ചെയ്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്ന് ഫയാസിനെ തല്ലിയത് ആബിക്കാണെന്ന് അവളോട് പറയാൻ തോന്നിയില്ല. അതുപോലെ ഇക്കയുടെ ആ 5 ഡയലോഗും പറഞ്ഞില്ല. കാരണം അതൊക്കെ കേട്ട് അവളുടെ കിളികൾ പല വഴിക്ക് പറക്കുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് പറയാം അവളോട് ഇന്ന് എനിക്ക് തോന്നി. നിനക്കെപ്പോഴും എൻ്റെ ഇക്കയെ പറ്റി കുറ്റം പറയാനല്ലേ നേരമുള്ളൂ. ഇപ്പം എന്തായി? കറക്റ്റ് സമയത്ത് ഇക്ക വന്നുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പടച്ചോനായിട്ടാ ഇക്കയെ അവിടെ എത്തിച്ച്. എല്ലാം കഴിഞ്ഞ് അഹാന പോവാനായി താഴെ ഇറങ്ങി. ഉമ്മി, ദേ ഞാൻ പോവാ. അവിടെ നിൽക്കടി. എന്താ നിനക്ക് ഇത്ര തിരക്ക്? അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെ പിറ്റേന്ന് രാവിലെ അല്ലേ പോവുള്ളൂ. ഇപ്പം എന്താ? ഇവിടെ ഇരിക്ക്. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. ഉമ്മി, നല്ല ക്ഷീണം, ഒന്ന് പോയിട്ട് കിടക്കട്ടെ. എന്താ പറ്റിയത് മോളെ? അപ്പോഴേക്കും ഉമ്മിയാകെ ബേജാറായി എൻ്റെ അടുത്ത് വന്ന് നെറ്റിയും കഴുത്തൊക്കെ തൊട്ട് നോക്കി. എൻ്റെ മമ്മയേക്കാൾ ഉമ്മിക്കാ എന്നെ പറ്റി ബേജാറ്. ഒന്നുമില്ല എൻ്റെ ബീവിക്കുട്ടി, ഇന്ന് കോളേജിൽ നിന്ന് വരാൻ ലേറ്റായി, അതാ. എന്തായാലും മോള് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. ശരി, കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, പോരെ? എല്ലാവരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു. പക്ഷേ നമ്മുടെ ആബിക്കാൻ മാത്രം കാണുന്നില്ല. ഇതെവിടെ പോയി? അവൾ ചുറ്റിനും നോക്കി. എയർപോർട്ട് വെച്ച് സ്റ്റെയർ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവൾ അറിയാതെ അവളുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി അലതല്ലി. ആബിദാവട്ടെ അവളെ മൈൻഡ് ചെയ്യാതെ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് സ്വിച്ചിട്ട പോലെ അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോയി. അഹാന, ആ മറ്റവൻ പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരുന്നോ? റിജാദിക്കായിരുന്നത്. മൂപ്പരുടെ ആ ചോദ്യത്തിൽ ഞാനും ആബിക്ക് ഒരുപോലെ മുഖത്തോട് മുഖം നോക്കി നിന്നു. ഇല്ല റിജാദ്ക്ക, ഇനി അവനിൻ്റെ ഏഴകലത്ത് വരില്ല. അവന് കിട്ടേണ്ടതൊക്കെ നല്ലപോലെ കിട്ടി ബോധിച്ചു. അവളാ പറഞ്ഞത് ആബിദിനിട്ടൊന്ന് താങ്ങിയതാണ്. പതിയെ ആബിദിനെ നോക്കി അവൾ പുരികം പൊക്കി കാണിച്ചു. അവനാണെങ്കിൽ അവളെ തുറിച്ച് നോക്കുകയാണ്. എന്നാലും മോളെ, ആരാ അത് ചെയ്തതെന്ന് മനസ്സിലായോ? ഉമ്മയുടെ ആ ചോദ്യഭാഗത്തിൽ വീണ്ടും ആബിദ് ഞെട്ടി. ആദ്യം ഉമ്മയെ നോക്കി, പിന്നെ എന്നെയും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.